അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. അല്ലാഹു പോരാ എന്ന് വിശ്വസിക്കുന്നവൻ ഒരിക്കലും അവനെക്കുറിച്ച് മുസ്ലിമാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷ വിഭാഗക്കാരായ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകൾ ഈ വിശ്വാസം വെച്ചു പുലർത്തുന്നവർ ആണ് എന്ന് മാത്രമല്ല, പച്ചക്ക് ഞങ്ങൾക്ക് അല്ലാഹു പോരാ, അല്ലാഹു മതി എന്നത് ഞങ്ങളെ വിശ്വാസമല്ല എന്ന് പച്ചയായി എഴുതുകയും പറയുകയും പലവട്ടം ചെയ്തിട്ടുണ്ട്. അതിന്റെ അവസാന ഉദാഹരണമാണ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പൊ ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ അവർ മുസ്ലിങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ആളുകളുടെ പിന്നിൽ പോയി നമസ്കരിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ളവൻ മരിച്ചാൽ അവന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ പാടുണ്ടോ? അത്തരം ആളുകൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പാടുണ്ടോ? അത്തരം ആളുകളെ കെട്ടാൻ പാടുണ്ടോ? ഇതൊക്കെ പരിശോധിക്കേണ്ട സംഗതിയാണ്. കൂടുതൽ പരിശോധിക്കേണ്ടതില്ല. ഇതൊന്നും പാടില്ല, അവർ മുശ്രിക്കുകളാണ് എന്ന് പച്ചയായി ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് ഫത്വകളിൽ എമ്പാടും ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ നോക്കൂ, വലിയ ദാഴികളെന്നും സൂപ്പർ സലഫികളെന്നും പറയുന്ന ആളുകൾ പോലും അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു എന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകളുടെ പിന്നിൽ പോയി നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു. ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് അതിന്റേതായ ചില ന്യായീകരണങ്ങളുണ്ട്, അവർക്ക് ചില ഉദുറുണ്ട്. അവരങ്ങനെ മുശ്രിക് എന്ന് പറയാൻ പറ്റൂല, മുശ്രിക് എന്ന് വിളിക്കാൻ പറ്റൂല, പക്ഷെ ശിർക്കുള്ളവൻ എന്ന് വിളിക്കാം. രണ്ടും തന്നെയല്ലേ, ഒന്ന് അറബി ഒന്ന് മലയാളം. ശിർക്ക് ചെയ്യുന്നവൻ അതിന്റെ അറബിയാണ് മുശ്രിക്. അപ്പൊ മുശ്രിക് എന്ന് വിളിക്കാൻ പറ്റൂല, ശിർക്ക് ചെയ്യുന്നവൻ എന്ന് പറയാം, അല്ലെങ്കിൽ അയാളിൽ ശിർക്കുണ്ട് അതൊക്കെ ശിർക്കാണ് എന്ന് പറയാം. ഇങ്ങനെ ന്യായം പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ഷെയ്ഖ് ഫൗസാൻ. അദ്ദേഹത്തോടൊരു ചോദ്യം, ശിർക്ക് ചെയ്യുക എന്നത് ബോധ്യപ്പെട്ട ഒരാളെ മുശ്രിക് എന്ന് പറയാൻ അത് പണ്ഡിതന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണോ, അതല്ല സാധാരണക്കാരായ ആളുകൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇത് അദ്ദേഹത്തിന്റെ വോയിസ് ആണ്, യൂട്യൂബ് തെരഞ്ഞാൽ കിട്ടും. അതിന് അദ്ദേഹത്തിന്റെ മറുപടി, മൻ അൽഹറ ശിർക ബി അന്നഹു മുശ്രികുൻ. ഒരാൾ ശിർക്ക് പ്രകടിപ്പിച്ചാൽ, ശിർക്ക് ചെയ്തുകൊണ്ട് ശിർക്ക് പ്രകടിപ്പിക്കുകയാണെങ്കിൽ, ഏതുപോലെ മൻ ദഅ ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാത്ത ആളോട് ദുആ ചെയ്തു, ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞു, ജീലാനിയെ കാക്കണേ എന്ന് പറഞ്ഞു, മടവൂരെ കാക്കണേ എന്ന് പറഞ്ഞു, ഉദാഹരണത്തിന്, ഔ ദബഹ ഗൈറല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറുത്തു, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കി, ഫഹാദാ മുശ്രികുൻ, അവൻ മുശ്രിക്കാണ്. ഇൻദൽ അവാമി, സാധാരണക്കാരായ മനുഷ്യന്മാരുടെ അടുക്കലും, വഇൻദൽ ഉലമായി, പണ്ഡിതന്മാരുടെ അടുക്കലും. പണ്ഡിതന്മാർക്ക് മാത്രല്ല, ഇത് കുഫറാണ് ശിർക്കാണ് എന്ന് തിരിയുന്ന സാധാരണക്കാരന്റെ അടുക്കലും ഇപ്പണി ചെയ്യുന്നവൻ മുശ്രിക് തന്നെ. എന്നൊരു ഉദാഹരണം പറയാണ്. ഏതുപോലെ, യാ അലി എന്നാരാ വിളിക്കുന്നത്? അലി റബ്ബാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അതല്ലാതെ അലിയോട് ദുആ ചെയ്യുന്നവരുണ്ട് ഷിയാക്കളുടെ കൂട്ടത്തിൽ. അപ്പൊ യാ അലി, അലിയെ കാക്കണേ എന്ന് പറഞ്ഞാൽ, യാ ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുയെ കാക്കണേ എന്ന് പറഞ്ഞാൽ ആദാ മുശ്രിക്കുൻ, ഓ മുശ്രിക്കാൻ. കുല്ലുൻ യഅരിഫു അന്നഹു മുശ്രിക്കുൻ, എല്ലാവർക്കും തിരിയുവ മുശ്രിക്കാണെന്നുള്ളത്. അതിന് പണ്ഡിത സഭ കൂടേണ്ട കാര്യമല്ല, ഉലമാക്കൾക്കേ തിരിയുള്ളൂ എന്ന് പറയേണ്ട കാര്യമല്ല, എല്ലാവർക്കും ഇതും അറിയാം. പക്ഷെ എന്തു വേണം? അയാളിൽ ഈ വിശ്വാസമുണ്ട്, പ്രവർത്തനമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. അയാൾ അത് പച്ചയായി ചെയ്യണം. അങ്ങനെ നമുക്ക് അറിയുമെങ്കിൽ, ബോധ്യമുണ്ടെങ്കിൽ അയാൾ മുശ്രിക്കാണ്, ഒട്ടും സംശയിക്കേണ്ടതില്ല. ഇത് പണ്ഡിതന്മാർക്ക് മാത്രം ബാധകമല്ല, സാധാരണക്കാർക്കും തിരിയും. ആർക്കാ തിരിയാതെക്കാന്നാ ഷെയ്ഖ് ഫൗസാൻ ചോദിക്കുന്നത്. ഇനി ഷെയ്ഖ് ഇബ്നു ബാസിനോട് ചോദ്യം, കാഫറാക്കാൻ സാധാരണക്കാർക്ക് പറ്റുമോ? അപ്പൊ ഷെയ്ഖിന്റെ മറുപടി, സാധാരണക്കാരന് കാഫറാക്കാൻ പറ്റുകയില്ല. അവിടെ നിർത്തിയില്ല, ഇല്ലാ ബി ദലീലി, തെളിവില്ലാതെ. തെളിവുണ്ടെങ്കിൽ സാധാരണക്കാരനും കാഫറാക്കാം എന്നിട്ട് പറയാണ്, സാധാരണക്കാരന് ഇൽമുണ്ടാവില്ല, അവൻ സാധുവാണ്, അതുകൊണ്ട് തന്നെ അവൻ ഒരു നിർണിതമായ കാര്യത്തെ സംബന്ധിച്ച് അവന്റെ പക്കൽ അറിവുണ്ടാകണമെന്നില്ല. എന്നാൽ അയാൾക്ക് അറിവുള്ള ഒരു കാര്യമാണെങ്കിൽ ആ വിഷയം വെച്ചുകൊണ്ട് അയാൾക്ക് കാഫറാക്കാം. ഏതുപോലെ, ഒരുത്തം പറയാൻ, ഒരു മുസ്ലിം പറയാണ് വ്യഭിചാരം ഹറാമല്ല, അത് ഹലാലാണ് എന്നൊരുത്തം പറഞ്ഞാൽ, ഫഹാദാ യുകഫറു ഇൻദൽ ആമത്തി വൽ ഖാസ, പ്രത്യേകക്കാർ, അതായത് പണ്ഡിതന്മാരുടെ അടുക്കലും പണ്ഡിതന്മാരല്ലാത്ത സാധാരണക്കാരായ ആളുകളുടെ അടുക്കലൊക്കെ ഇവൻ കാഫറാക്കപ്പെടും. കാരണം വ്യഭിചാരം ഹലാലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമത്തിനെതിരാണ് എന്ന് ആർക്കാ തിരിയാത്തത്? ആ അറിയുന്ന ആർക്കും എന്ത് ചെയ്യാം, അവൻ കാഫറാണെന്ന് പറയാം. മാ ഫീഹി ശുബ്ഹ, ഇതൊരു സംശയമുള്ള കാര്യമല്ല. അപ്പൊ ഹറാമായ കാര്യം ഹലാലാണെന്ന് പറഞ്ഞാൽ കാഫറാന്നുള്ള ഒരു സംശയവുമില്ല. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഒരുത്തം പറയാണ് സിന ഹലാലാകുന്നു എന്ന് പറഞ്ഞാൽ കഫറ ഇൻദൽ ജമീൽ, എല്ലാവരുടെ അടുക്കലും അവൻ കാഫറായി. എന്നിട്ട് വീണ്ടും പറയുന്നു, ഇൻദൽ ആമ്മത്തി വഗൈരിഹിം, സാധാരണക്കാരുടെ അടുക്കലും കാഫറായി, അല്ലാത്ത പണ്ഡിതന്മാരുടെ അടുക്കലും കാഫറായി. ഹാദിഹി മാ യഹ്താജുൽ അതില്ല, ഇത് മനസ്സിലാക്കാൻ വലിയ തെളിവൊന്നും ആവശ്യമല്ല. ഇനി ഒരുത്തം പറഞ്ഞു ശിർക്ക് ജായിസാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരുത്തം പറയുകയാണെങ്കിൽ
അവൻ മുശ്രിക്കാണോ അല്ലേ സംശയിക്കേണ്ട കാര്യമുണ്ടോ? അഹദിന് യശുക്കു ഫീ ഹാദാ, ഷെയ്ഖ് ചോദിക്കാൻ ഈ ആർക്കും സംശയം ഉണ്ടാവോ? എന്നിട്ട് ഷെയ്ഖിന്റെ മറുപടി മാ യഹ്താജു അതില്ല, ഇതിനൊരു തെളിവിന്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ ചോദ്യം ഷെയ്ഖിന്റെ തന്നെയാണ്. സാധാരണക്കാരന് കാഫറാക്കാൻ പറ്റുമോ ഷെയ്ഖ് ചോദിക്കാൻ, വേറൊരാളുടെ ചോദ്യത്തിന് ശേഷം മറുപടി പറയുന്നവർക്ക് ഷെയ്ഖ് ചോദിക്കാൻ. അപ്പൊ എന്താ പറഞ്ഞത്? സാധാരണക്കാരന് കാഫറാക്കാം. എന്താണെങ്കിൽ അപ് ചെയ്ത വിഷയം ബോധ്യപ്പെട്ടിട്ടുണ്ട്, ലാഹിറാൻ, സംശയമില്ലാത്ത കാര്യമെങ്കിൽ. എന്നിട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്നാൽ ചില മുഷ്കിലാത്തുകളുണ്ട്, ഖഫിയായ കാര്യങ്ങൾ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത, ശിർക്കുണ്ടായോ കുഫറുണ്ടായോ എന്ന് ബോധ്യപ്പെടാത്ത കാര്യം, ഉള്ളിലുള്ള കാര്യം, മനസ്സിൽ കിടക്കുന്ന കാര്യമാണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റൂല. കാരണം എന്താ? ലാഹിറാകണം. ഒരാൾ മനസ്സിൽ ശിർക്കുണ്ടോ നമുക്കറിയില്ല, അത് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ശിർ പ്രത്യക്ഷത്തിൽ ചെയ്തുവോ എങ്കിൽ അവൻ മുശ്രിക്കാണ്. എന്നിട്ട് ഷെയ്ഖ് ഉദാഹരണം പറയാൻ, തവക്കുഫു, ഒരാൾ മുശ്രിക്കാണോ കാഫറാണോ എന്ന് പറയുന്ന വിഷയത്തിൽ തവക്കുഫ്, വിധി പറയാതെ നിർത്തിവെക്കേണ്ടത് ഫിൽ അശ്യായിൽ മുഷ്കില, ആശയക്കുഴപ്പമുള്ള വിഷയങ്ങളാണ്. എന്നാൽ ഇജ്തിഹാദിയായി പറയേണ്ട ഒരു വിഷയം, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ അല്ലത്തി യഖ്ഫാ അലൽ ആമിയി, സാധാരണക്കാരന് വ്യക്തമല്ലാത്ത വിഷയമാണെങ്കിൽ ഓൻ പറയാൻ പാടില്ല. ഇതിനേക്കാളൊക്കെ വ്യക്താണെന്ത്? അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവൻ ചെയ്താൽ ശിർക്കാന്നുള്ള ആർക്കാ വ്യക്തമല്ലാത്തത്? ആർക്കായാലും സംശയമുള്ളത്? ഇത് വേറെ കുറെ തെളിവിന്റെ കാര്യമുണ്ടോ? ഒരു തെളിവിന്റെ ആവശ്യമില്ല. അത് ലറൂരിയായി ഒരു മുസ്ലിം അനിവാര്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഷെയ്ഖ് പറഞ്ഞത്, യജൂസു ലിന്നാസി അൻ യഅ്ബുദൂ ഗൈറല്ലാഹ്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യൽ ജായിസാണ് എന്ന് ഒരുത്തം പറഞ്ഞാൽ, ഇത് പച്ച മലയാളത്തിൽ നമ്മുടെ നാട്ടിലെ ബുക്കിൽ ഇരിച്ചിട്ടുണ്ട്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാമോ എന്ന ചോദ്യത്തിന് ഒരു മുസ്ലിയാരുടെ ഫത്വകളാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അനുവദനീയമാണ്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാമോ? അനുവദനീയമാണ്. ഇവൻ പിന്നെ മുസ്ലിമാണ് എന്ന് പറയാൻ എന്ത് ന്യായം? ഇങ്ങനെയുള്ള ആളുകൾ മുശ്രിക്കാണെന്ന് പറയാൻ എന്ത് തെളിവിന്റെ ആവശ്യമാണുള്ളത്? ഇതാണ് ഇബ്നു ബാസും ഷെയ്ഖ് ഫൗസാൻ ചോദിക്കുന്നത്. ആർക്കാ പിന്നെ തെളിവ് വേണ്ടത്? ആർക്കാ അത് വ്യക്താകാത്തത്? എന്നിട്ടും ഈ ആളുകൾക്ക് പിന്നാലെ പോകുന്നു, അവരെ തുറന്ന് നമസ്കരിക്കുന്നു, അവർ മാസം ഉറപ്പിക്കാൻ കാത്തു നിൽക്കുന്നു. ഈ അടുത്ത് ഒരു സംഘടന ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ മാസം കണ്ട സ്വന്തം ഉറപ്പിക്കൂലാൻ, ഞങ്ങൾ മൗലവിമാരോടൊക്കെ ചോദിക്കും, കാളിമാരോടൊക്കെ ചോദിച്ച് അവരും കൂടി ഉറപ്പായെങ്കിൽ ഞങ്ങൾ ഉറപ്പിക്കും. പിന്നെ ബിന്ദരവിൽ കാണാൻ പോണു, പ്രസംഗിച്ചതാണ്, എഴുതിയതാണ്, പിന്നെന്തിന്റെ ആവശ്യം? ഇതൊക്കെ തൗഹീദുള്ള ആളുകളിൽ ആസ്പദമാക്കി അവരെ അവലംബിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും പ്രവർത്തിക്കുവാനും തൗഫീക്ക് നൽകുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.